ഈ മൂഴിക്കുളം ഭാഗത്ത് നേരത്തെ സ്കൂബ ടീം പ്രിസൈസായി അതിൻ്റെ നടുഭാഗത്തായിട്ടായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഇൻഫാൻറ്റബിൾ റെസ്ക്യൂ ബോട്ടുകൾ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടുതൽ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക്, ഒരു ഓപ്പറേഷനിലേക്ക് ഈ ഫയർഫോഴ്സ് അടക്കം കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെരച്ചിൽ ഉടനൊന്നും അവസാനിപ്പിക്കുന്ന ഒരു പ്രതീതി അവിടെ ഇല്ല. തെരച്ചിൽ ഊർജിതമായി നടക്കാൻ പോകുന്നു. ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അനുകൂലമായ ഘടകങ്ങളാണ് പ്രതിസന്ധികളേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ തെരച്ചിൽ അവിടെ തുടരുകയാണ്. ഇപ്പോൾ ഈ കല്യാണിയുടെ അതായത് പിതാവിന്റെ സ്ഥലം തിരുവാങ്കുളത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി അഭിനന്ദ് കൂടി YS അഭിനന്ദ് കൂടി ചേരുന്നു. അഭിനന്ദ്, നേരത്തെ അംഗനവാടി അധ്യാപിക പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അമ്മ കൂട്ടാൻ പോകാറുണ്ട് കുട്ടിയെ, അല്ലെങ്കിൽ ബന്ധുക്കൾ കൂട്ടാൻ പോകാറുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ അമ്മ അങ്ങോട്ട് പോയതെന്ന സംശയമടക്കം ഉയർന്നു വരുന്ന മണിക്കൂറാണ്. നമുക്ക് തിരുവാങ്കുളത്തെ അവിടെ ആ വീട്ടിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കുഞ്ഞിനെ കൂട്ടാൻ പോകുന്ന, അതായത് അംഗനവാടിയിൽ പോയി പിക്ക് ചെയ്യാൻ പോകുന്ന കാര്യം ഈ അമ്മ ആ വീട്ടിൽ അറിയിച്ചിരുന്നോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? എറണാകുളം തിരുവാങ്കുളത്തെ കല്യാണിയുടെ വീട്ടിലാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കല്യാണി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ആലുവയിലെ വീട്ടിലേക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പൊക്കെ പോയിരുന്നതിന് ശേഷം ഇവിടെയായിരുന്നു തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കല്യാണി അംഗൻവാടിയിലേക്ക് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ അമ്മയുടെ ഫോൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അയൽവാസികളോട് വിവരം അറിയിച്ചതിനെ തുടർന്ന് അയൽവാസികളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അച്ഛനെ വിളിച്ച് കാര്യം പറയുന്നു. കുക്കറിന് കേടുപാടുണ്ട്, കുക്കറിന്റെ കേടുപാട് പരിഹരിക്കാനായിട്ട് തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്നു എന്നായിരുന്നു ഇവിടെയുള്ള അയൽവാസികളോടും ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഈ ഭർത്താവിന്റെ സഹോദരനും ഒപ്പം തന്നെ അവരോടൊക്കെ തന്നെ വ്യക്തമാക്കിയതിനു ശേഷമാണ് തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്നു എന്ന വ്യാജേന അംഗൻവാടിയിൽ പോയി കുട്ടിയെയും വിളിച്ചുകൊണ്ട് തിരുവാങ്കുളത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ജ്യേഷ്ഠന്റെ അനുജനുമായി ഞാൻ സംസാരിച്ചു. ഭർത്താവിന്റെ അനുജനുമായി ഞാൻ സംസാരിച്ച സമയത്ത് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ, സാധാരണ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. ആലുവയിലെ വീട്ടിലേക്കാണ്, അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ സംസാരിക്കുന്നു. അവിടെ വെച്ചും ഇത്തരത്തിലേക്കൊരു ശ്രമം നടത്തിയിരുന്നു, കുട്ടികളെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നതായി ഇപ്പോൾ അനുജൻ വ്യക്തമാക്കുന്നുണ്ട്. അനുജനും ഒപ്പം തന്നെ ഇവിടെ അയൽവാസികളും വ്യക്തമാക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ കൃത്യമായ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം പിന്നീട് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയ സമയത്താണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് ഈ കുട്ടിയും കൂട്ടിക്കൊണ്ട് ആലുവയിലേക്ക് പോയതെന്ന് അറിയില്ല എന്നും അനുജൻ വ്യക്തമാക്കുന്നു. ഇന്ന് അനുജനുമായി പക്ഷെ അവരാരും തന്നെ നമ്മളോട് പ്രതികരിക്കാൻ, നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. കാര്യം അവരും വലിയ രീതിയിലുള്ള സങ്കടത്തിലും വലിയ ഒരു അങ്കലാപ്പിലുമാണുള്ളത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം ഒരു തരത്തിലും അറിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ അയൽവാസികളൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ കാണിച്ചിരുന്നു. സംസാരിക്കുമ്പോൾ പോലും ചെറിയ അപാകതകളൊക്കെ അവർക്ക് പലപ്പോഴായി തോന്നിയിരുന്നു. പക്ഷെ അവർ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തത പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നില്ല. ഫോൺ ഉൾപ്പെടെ തല്ലി പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. കുഞ്ഞുങ്ങളെയൊക്കെ ചെറിയ രീതിയിൽ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ തങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും ഈ അയൽവാസികൾ പറഞ്ഞു. പക്ഷെ അവരാരും തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. വല്ലാത്ത അവസ്ഥയിലാണ് ഈ വീട് ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവാങ്കുളത്തെ ഈ വീട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ കുട്ടിയുമായിട്ട് അംഗൻവാടിയിലേക്ക് പോകുന്നു. അംഗൻവാടിയിൽ പോയി പഠിക്കാനായിട്ട് ഒരമ്മ കൊണ്ടാക്കുന്നതിന് ശേഷമാണ് കുക്കർ പൊട്ടിത്തെറിക്കുവാൻ പോകുന്നു. കുക്കറിന് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു എന്ന് അച്ഛനോട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത്. ആ അങ്കലാപ്പിൽ തന്നെയാണ് ഈ തിരുവാങ്കുളത്തെ ഈ ഗ്രാമം പൂർണ്ണമായിട്ടുമുള്ളത്. ആ ഒരു തരത്തിലുള്ള ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ആകെ തുകയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കൃത്യമായി എന്തോ ഒരു ഗൂഢാലോചന, കൃത്യമായി എന്തോ ഒന്ന് ഉറപ്പിച്ചിരുന്നു ആ മാതാവ്. കാരണം ഭർത്താവിനോട് വേണമെങ്കിൽ കുഞ്ഞിനെ, മകളെ കൂട്ടാൻ അങ്കണവാടിയിലേക്ക് പോവുകയാണെന്ന് പറയാം. പക്ഷേ അത്തരത്തിലൊരു സത്യം പറയാതെ കുക്കർ നന്നാക്കാനുണ്ടെന്ന നുണയൊക്കെ പറഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തി അവിടെ നിന്ന് കുട്ടിയെ കൂട്ടി തിരിച്ച് തിരുവാങ്കുളത്തെ വീട്ടിലേക്ക് വരാതെ വളരെ കൃത്യമായി തന്നെ തൻ്റെ കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് പോകാനുള്ള ലക്ഷ്യമടക്കം, ഉദ്ദേശമടക്കം കൃത്യമായി എന്തോ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ലേബനത് അങ്ങനെ തന്നെയാണ് സുഖയിൽ മനസ്സിലാക്കുന്നത്. ഈ അയൽവാസികളുമായി സംസാരിക്കുമ്പോഴും അത്തരത്തിലുള്ള പ്രതികരണമാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയിരുന്നതായി അയൽവാസികൾ പറയാതെ പറയുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം 2 പേർ കൂടി ഈ വീട്ടിൽ, നമ്മൾ ഈ കാണുന്ന ഈ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഇത് തോന്നുകയും ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആലുവയിലെ വീട്ടിൽ വെച്ച് തന്നെ ഇവരെ വലിയ രീതിയിൽ തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മൂത്ത മകനെ കാശിനാഥനെ അടക്കം മർദ്ദിക്കുകയും കുഞ്ഞിറങ്ങി മുറ്റത്ത് വന്ന് വലിയ രീതിയിൽ വലിയ കരച്ചിലൊക്കെ ഉണ്ടാക്കുകയും പിന്നീടാണ് അച്ഛൻ്റെ വീട്ടുകാർ അവിടെ എത്തി കുട്ടികളെ ഇവിടെ
തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടും ഈ കുട്ടികളുമായി മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതെന്താണ് ഇന്നത്തെ മോട്ടീവ് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന സുഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വ്യക്തമാകുന്നതാണ് ഈ അയൽവാസികളുടെ പ്രതികരണം. ഒപ്പം തന്നെ ഈ ഭർത്താവിന്റെ അനുജന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്തായാലും അത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം കല്യാണിക്കുട്ടി തിരികെ വരിക എന്നുള്ളത് മാത്രമാണ്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുഴിക്കുളത്ത് പുഴയിൽ തിരച്ചിൽ തുടരുകയാണ്. നേരത്തെ ഒരു സ്കൂബ ടീമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ സജ്ജീകരണങ്ങളുമായി ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തുന്നു. വെളിച്ചക്കുറവിന് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നു. അവിടെയുള്ള പരിസരവാസികൾക്ക് അവരുടേതായ ചെറിയ തോണിയൊക്കെ എടുത്തിട്ട് പരിശോധന നടത്തുന്നു. അതായത് നാടൊന്നാകെ അവിടെ ആ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. നേരത്തെ വളരെ കൃത്യമായ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് സ്കൂബ ടീം പരിശോധന നടത്തിയെങ്കിൽ ഫയർഫോഴ്സിന്റെ ഈ റെസ്ക്യൂ ബോട്ടൊക്കെ എത്തി കൂടുതൽ മേഖലകളിലേക്ക് ഈ തെരച്ചിൽ വ്യാപിപ്പിക്കാനായിരിക്കും നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.